വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനാണെങ്കിൽ വീണ്ടും അവിടെ നിന്നുകൊണ്ട് തന്നെ നിർമ്മലയോട് വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും അവൾക്ക് അവളുടെ മകൻ്റെ കാര്യമാണ് പ്രധാനം. ആ മുഖം മുഴുവൻ ചോരയൊലിപ്പിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു ചിന്തവുമില്ല. അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയില്ല, വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു മക്കളും നന്നാവാത്തത്. നിൻ്റെ മകനും അങ്ങനെ തന്നെയാണ്. ഇനി എന്തായാലും നിൻ്റെ മകൻ്റെ കാര്യം പോലീസുകാരൻ നോക്കട്ടെ, ചെറുപ്പത്തിലെ തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്. ഇനി അയാൾ തല്ലിയെങ്കിലും നന്നായിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അപ്പോൾ ഒന്നും ചെയ്യില്ല എന്ന് നിർമ്മലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് മഹേന്ദ്രനാണെങ്കിൽ ഫോൺ എടുത്ത് ആൻ്റണിയെ വിളിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ആൻ്റണി ആകെ ദേഷ്യത്തിലാണ് ഫോൺ എടുക്കുന്നത്. ഡേസി ചത്തോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമല്ല, അതിന് വേണ്ടി വിളിച്ചതല്ല, പിന്നെ അതോ കേസ് കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കേസ് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ ആൻ്റണി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് മഹേന്ദ്രൻ എന്താണ് പറയുന്നതെന്ന്. അന്നേരം എൻ്റെ മകനെ ശിവനെ ഞാൻ പണ്ടേ നടതള്ളിയത് തന്നെയാണ്. ഇനി എന്തായാലും നിങ്ങൾ കേസ് കൊടുത്തു, അവൻ ഇനിയെങ്കിലും നന്നാവുന്നെങ്കിലും ഒന്ന് നന്നായിക്കൊള്ളട്ടെ. അവളെ എനിക്ക് കളയാനായിട്ട് കഴിയില്ല. എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് ഞാൻ കണ്ടുപോയതാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെതിരെ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക. അവനെതിരെ ഏത് കോടതിയിൽ വന്ന് മൊഴി നൽകാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ആൻ്റണി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ശിവനെതിരെ മഹേന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്. എന്നിട്ട് നിർമ്മല ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു അച്ഛനാണോ മകനെ കൊല്ലിക്കാനാണോ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷകൾ കിട്ടിയാലോ നന്നാവുന്നെങ്കിൽ ഇനിയെങ്കിലും നന്നാവട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹേന്ദ്രൻ ഇറങ്ങി പോവുകയാണ്. അന്നേരം രക്ഷിക്കാനായിട്ട് നോക്കില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ എൻ്റെ ഈശ്വരന്മാരെ വിളിച്ച് ഞാൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തന്നെയാണ് തുണ എന്നൊക്കെ നിർമ്മല പറയുകയാണ്. അന്നേരവും മഹേന്ദ്രൻ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് മഹേന്ദ്രൻ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നിർമ്മല അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ വേലായുധൻ്റെ വീട്ടിൽ മുറ്റത്ത് ഇങ്ങനെ ശിവനാണെങ്കിൽ ബുള്ളറ്റിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതും കുടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആ പിശാച് എഴുന്നേറ്റില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയും, കഥക് തുറന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇന്നലത്തെ ക്ഷീണ കാണുമെന്ന് പറയുകയാണ്. അന്നേരം എന്തൊക്കെ പരാക്രമങ്ങളാണ് അവൾ കാണിക്കുന്നത്, സ്വന്തമായിട്ട് തലയടിച്ച് പൊട്ടിച്ചിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അതൊക്കെ പറയുകയാണ്. അന്നേരം ഇവളെ ഇങ്ങനെ നിർത്താനാണോ പരിപാടി, എന്താ ഏട്ടൻ്റെ തീരുമാനമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എങ്ങനെയും ഇറക്കി വിടണം, ഇവളെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല, ഇവളെപ്പോലെ ഉള്ളവരെയൊന്നും കുടുംബത്തിൽ കയറ്റാനേ കൊള്ളില്ല, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവൾ എന്തും കാട്ടിക്കൂട്ടും, ചിലപ്പോൾ ഇനി സ്വയം ചാകാൻ വരെ നോക്കും, ഇനി എൻ്റെ പേര് എഴുതി വെച്ചിട്ട് ചാകാൻ എങ്ങനെ നോക്കി, എനിക്ക് കേസും കൂട്ടായിട്ടും നടക്കാനും വയ്യ, എന്തായാലും എങ്ങനെ ഇറക്കി വിടണം, ഞാൻ എന്തായാലും പോയിട്ട് വരാം, നീ ഇറക്കി വിടാൻ പറ്റുമെന്ന് നോക്ക് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ബുള്ളറ്റിൽ കയറിയിട്ടും നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരം ഡേസിയോട് ഒരു സ്നേഹവും ഇല്ലാത്ത രീതിക്ക് തന്നെയാണ് താലി കെട്ടിയ ആ ഒരു പഴയ സ്നേഹമൊന്നും ശിവനോട് കാണിക്കുന്നില്ല. എങ്ങനെയും ഡേസി ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അവിടെ ഒരു ശിവൻ കാണിക്കുന്നതൊക്കെ. അന്നേരമാണ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പോൾ റാണി ഓടിക്കൊണ്ട് ഫോണും കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ചന്ദ്ര അവൾ പണി പറ്റിച്ചല്ലോ, ദേ സ്വന്തമായിട്ട് തലയിടിച്ച് പൊട്ടിച്ചിട്ട് ദേ ശിവേട്ടനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് അവൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, അവളുടെ വീഡിയോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം ചന്ദ്ര ഇതിങ്ങനെ നോക്കി ആ വീഡിയോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആകെ അന്തം വിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതേസമയം ശിവനാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നുണ്ട്. ശിവൻ ഈ സംഭവം അറിഞ്ഞിട്ടുമില്ല. ഇതേസമയം അവിടെ കളക്ട്രേറ്റിൽ രാവിലെ ശാലിനി വരുന്നത് നോക്കി എ ഡി എം ആണെങ്കിൽ അവിടെ ഫ്രണ്ടിൽ മുറ്റത്ത് തന്നെ കാത്തു നിൽപ്പുണ്ട്. ശാലിനി വന്നിട്ട് കയറാൻ തുടങ്ങുമ്പോൾ മാഡത്തിനെ കണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിവിടെ കാത്തു നിന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം രാമേട്ടനും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ ഈ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം എന്താണ് ജോണിന് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ജോലിക്ക് വയ്ക്കുമ്പോഴും കൂട്ടുകൂടുമ്പോഴും നല്ലവരുമായിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ മാനം കൂടി പോവും. ഇങ്ങനെയുള്ളവരെയൊക്കെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പാടുണ്ടോ? മാഡത്തിന് ഇത് എന്ത് പറ്റി? മാഡത്തിൻ്റെ മാനം കൂടിയല്ലേ പോയത്? ഇത് എന്തു പറ്റിയെന്ന് ആ സംഭവം അറിഞ്ഞതിന് ശേഷം എല്ലാവരും എന്നെ വിളിച്ച് ചെയ്തു, മാഡത്തിന് എങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നൊക്കെയും ചോദിക്കുകയാണ്. അന്നേരം ജോൺ എന്താണ് സംഭവം എന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ ശാലിനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരമാണെങ്കിൽ എന്നാലും ഇങ്ങനെ പരിചയക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു പിന്നെ അപമാനം വരുന്നത്. മാഡൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേന്നും പറഞ്ഞ് ജോൺ ആണെങ്കിൽ തൻ്റെ ഫോണിൽ ആ ഡേസിയുടെ ഒരു വീഡിയോ ഓൺ ആക്കിയിട്ട് ശാലിനിക്ക് നേരെ കാണിക്കുന്നുണ്ട്. അന്നേരം അതിങ്ങനെ ആ ഒരു ക്ലിപ്പാണ് അതിൽ കാണിക്കുന്നത്. എൻ്റെ തലയ്ക്ക് കുത്തിപ്പിടിച്ച് എൻ്റെ തൂണിൽ തലയിടിച്ച് പൊട്ടിച്ച് ചോരയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭർത്താവ് ശിവനാണ് കാരണം എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലിപ്പാണ് കാണുന്നത്. ഡേസി വാതിൽ തുറക്കില്ലെങ്കിലും ചവിട്ടിപ്പൊളിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെ ശിവൻ അവിടെ നിന്ന് പറയുന്നതും ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കുന്നുണ്ട്. അന്നേരം കളക്ടർ ശാലിനി വിഷ്ണുവരെ വലയിലാക്കി കഴിഞ്ഞു എന്നൊക്കെ ഇനി പറയുമ്പോൾ ശാലിനി ആ ഷോക്കിൽ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവ ഒരു സൈക്കോയാണ്, ഇങ്ങനെ പിന്നെ ഇതൊക്കെ ചെയ്യുന്നിടത്തോളം
എല്ലാവരും ഇങ്ങനെയുള്ളവനാണെന്ന് മാഡത്തിന് അറിയില്ലായിരുന്നോ? ഈ വീഡിയോ കണ്ടിട്ട് MLA വരെ എന്നെ വിളിച്ചു, എങ്ങനെയും മാഡത്തിനെ ഇവരിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്കെതിരെ തിരിയും, ഇങ്ങനെയുള്ളതൊന്നും കൊണ്ടു നടക്കാൻ കൊള്ളൂല എന്നൊക്കെ കുറേ അങ്ങ് ശിവനെക്കുറിച്ചങ്ങ് പറയുകയാണ്. അന്നേരം ശാലിനി അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ജോൺ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വളരെ നന്ദി, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നെ ജോണിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ വിഷമിച്ചങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ജോൺ ഇങ്ങനെ മനസ്സിൽ ചിരിക്കുന്നുണ്ട്, സംഗതി ഏറ്റു എന്നാണ് തോന്നുന്നത്, ഇനി എന്തായാലും ഇത് വർക്കൗട്ട് ആവും എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷത്തിൽ ജോൺ നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ക്യാബിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ശാരദയുടെ എല്ലാ കാര്യങ്ങളും ശാലിനിയോട് ഇന്ന് തുറന്ന് സംസാരിക്കണം, അവളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനി ആ ഹാളിലൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഗോപാലകൃഷ്ണനെ കാണുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കിയിട്ട്, പക്ഷേ ശാലിനി ഗോപാലകൃഷ്ണനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് ക്യാബിനകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോയെങ്കിരിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ മനസ്സിൽ ആ ഒരു വീഡിയോ കണ്ടതും കളക്ടർ ശാലിനി വിഷ്ണുവിനെ വരെ അയാൾ വലയിലാക്കി കഴിഞ്ഞു, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോയിലെ ദൃശ്യമാണ് മനസ്സിലിരുന്നത്. അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ കണ്ടത് ശാലിനി അത്രയ്ക്കും കൊണ്ട് മൈൻഡ് ആക്കാതെയാണ് പോയത്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അനുപല്ലവി വരുന്നുണ്ട്. അന്നേരം മാഡം എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒന്നുകൂടി ചോദിക്കാം, അല്ലാതെ ഇങ്ങനെ പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ചോദിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട, ഞാൻ അവളുടെ തന്തയാണ്, ഇങ്ങനെ എന്നെ എന്നെ ഒന്നും പരിഗണിക്കാതെ പോയല്ലോ അവൾ, എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതല്ലേ, അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ എന്തോ പ്രശ്നത്തിലായിരിക്കും, അല്ലാതെ മാഡം അങ്ങനെ പോവില്ല, ഞാൻ ഒന്നും ചോദിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട, ഞാൻ ഇവിടം വരെ വന്നതല്ലേ, അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അനുപല്ലവി എതിർക്കുന്നുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുകയാണ്, കൊച്ചങ്ങോട്ട് മാറുന്നില്ല, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറി ഗോപാലകൃഷ്ണൻ അകത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം എന്നും പറഞ്ഞ് ശാലിനിയോട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ശാലിനി കസേരയിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് അനുപല്ലവി ഇങ്ങനെ പുറകെ വാളിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനു എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ഓടിച്ച് അനുപല്ലവി ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്തായി കളക്ടറേറ്റിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് മാഡം എന്നും പറഞ്ഞ് അനുപല്ലവി ആകെ ഇങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ, എന്നോടുള്ള ദേഷ്യം നീ ആ കൊച്ചിനോട് ചൂടാവണ്ട, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് കയറി വന്നത്, അതുപോലെ ഇറങ്ങിപ്പോകാനും എനിക്കറിയാം, പിന്നെ സ്വന്തം തന്തയെ കണ്ടിട്ട് അവജ്ഞയോടെ പോകുന്ന നീ എങ്ങനെ ഗതി പിടിക്കാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ശാലിനി തറുതട്ടനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോയുടെ പ്രശ്നം ഇങ്ങനെ മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ് ശാലിനി അങ്ങനെ നിൽക്കുന്നത്. അന്നേരം പറയുന്നില്ല, ഞാൻ എന്താ ഇനി നീ എൻ്റെ പിന്നാലെ നടന്ന് ചോദിച്ചാലും പറയില്ല, നീ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാനാണ്, അറിയാനായിട്ട് നടക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്, പക്ഷേ അതിന് നീ എൻ്റെ പിന്നാലെ നടന്നാലും ഞാൻ നിന്നോട് പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നേരം ശാലിനിക്ക് ചെറുതായിട്ട് എന്തോ ഒരു സ്പാർക്ക് ആവുന്നുണ്ട്. പക്ഷേ അനുപല്ലവി അങ്ങ് പോകുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ തലയെ കൈയും കൊടുത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശാലിനി അവിടെ ഒന്ന് ആദ്യം വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ ഒന്ന് മൈൻഡ് ആക്കിയിരുന്നെങ്കിൽ ഗോപാലകൃഷ്ണൻ ആ ദേഷ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ശാരദാമ്മയുടെ കാര്യം ആ മനസ്സിലുള്ളത് എന്താണ് രഹസ്യം എന്നുള്ളത് അവിടെ ശാലിനിയോട് പറഞ്ഞിരുന്നേനെ. അതിനുശേഷം ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. ഒരു ആശ്രമമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പൂജാമുറി എന്ന പോലെ വെളിയിലാണെങ്കിൽ ശാരദാമ്മ ഇങ്ങനെ തൂണിച്ചാരി ചിന്തിച്ച് ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ആ പൂജാമുറിയിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ റാണിയാണെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ ഒരു കലം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വില പേശിക്കൊണ്ട് നിൽക്കുകയാണ്. 150 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കൂടുതലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ കുറവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വില പേശിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ റാണിയുടെ ഭർത്താവാണ് പപ്പനാണെങ്കിൽ ഇങ്ങനെ ഓട്ടോക്കാരനാണ്. പുള്ളിയാണെങ്കിൽ ഓട്ടോ ഓടിച്ച് വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ടിങ്ങനെ പിന്നെ റാണിയോട് ചെന്ന് ദേഷ്യപ്പെടുകയാണ്. ആ കലം അങ്ങോട്ട് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഒന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അപ്പോൾ നന്നായല്ലേ ഇരിക്കുന്നത്, അതിനിപ്പോൾ പരാതിയൊന്നും വേണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അവർ തങ്ങളിൽ കുറേ ഇതാവുന്നുണ്ട്. അന്നേരം എൻ്റെ അപ്പം വേലായുധം വല്ല കൊട്ടേഷനും വല്ല ഏറ്റെടുത്തിട്ടുണ്ടോ, മിനിങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ഭർത്താവ് ചമയലൊന്നും വേണ്ട, നിങ്ങളെ വീട്ടിൽ നിൽക്കുമ്പോൾ കോലം കെട്ടല്ലേ നിന്നിരുന്നത്, അവിടുത്തെ ജീവിതം മടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്ന്, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എടി എന്നൊക്കെ പറഞ്ഞ് തല്ലാനൊക്കെ വരുന്നുണ്ട്. അന്നേരം ഭർത്താവ് ചമയലൊന്നും വേണ്ട, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ മതി, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് റാണിയും ചൂടാവുന്നുണ്ട്. അന്നേരം അങ്ങനെ വന്നാൽ നീ ചമയം വന്നാൽ നീ എന്തോ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് ഈ റാണിയുടെ തലമുടിക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നുണ്ട്. അന്നേരം വേദന കൊണ്ട് റാണിയെ കൊണ്ട് വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിന്നെ പിന്നെ ശിക്ഷിക്കാൻ വന്നാൽ നിൻ്റെ കാമുകന്മാരാരെങ്കിലും എന്നെ മൂക്കി വലിച്ചു കയറ്റിക്കളയോ, എങ്കിൽ പിന്നെ വരട്ടടി വിളിക്കടി നിൻ്റെ കാമുകന്മാരെ എന്നും പറഞ്ഞ് മുടിക്ക് അങ്ങനെ തന്നെ പിടിച്ചിരിക്കുകയാണ്. അന്നേരം പിന്നെ ആ കലം വിറ്റുകൊണ്ടിരുന്ന ആളാണെങ്കിൽ താൻ എന്തോ അവിടെ കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചു മാറ്റാൻ ചെല്ലുന്നുണ്ട്. അന്നേരം ഇതെൻ്റെ ഭാര്യയാണ്, താനങ്ങോട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞ് അയാളെ പിടിച്ചങ്ങോട്ട് തള്ളുന്നുണ്ട്. ആ റാണിയുടെ മുടിയൊന്നും പിടിവിടുന്നില്ല. അന്നേരം ഈ സമയത്ത് ശിവനാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഈ പപ്പനെ ആണെങ്കിൽ ഈ
ഇത് മാർക്കറ്റാണ്, സ്ഥലം വേറെയാണ്, ഇവിടെ പിന്നെ തന്തയ്ക്ക് പിറന്ന പപ്പനെ എതിർക്കാനായിട്ട് ആണുങ്ങളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ശിവൻ വന്ന് ഇയാളുടെ മുഖത്ത് നോക്കി ചവിട്ട് കെട്ടുമ്പോൾ അങ്ങോട്ടത്തേക്ക് ചെന്ന് വീഴുന്നത്. അന്നേരമാണെങ്കിൽ സ്ത്രീകളുടെ മേലെയാണോ അതിക്രമം എന്നിങ്ങനെ ചോദിക്കുകയാണ് ശിവനാണെങ്കിൽ. അന്നേരം അത് ചോദിക്കാൻ താനാര്, ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടിൽ, ഇത് മാർക്കറ്റാണ്, പലരും വന്നും പോകുന്ന സ്ഥലങ്ങളാണ്, ഇവിടെ ഇതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാന്നും പറഞ്ഞ് ഈ പപ്പൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അന്നേരം ഞാൻ ആരായിക്കൊള്ളട്ടെ, പക്ഷെ നിൻ്റെ കാലിനാകാതെ നീ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും പിന്നെ അവർ തങ്ങളിലൊരു തർക്കം തന്നെ നടക്കുന്നുണ്ട്. അന്നേരം റാണിയോട് ശിവൻ പറയുന്നുണ്ട്, നീ പൊയ്ക്കോടി വെച്ച്, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം, അവനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, നല്ല തല്ല് കൊടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ അപ്പോൾ ഇതാണല്ലേ നിൻ്റെ പുതിയ കാമുകൻ എന്നൊക്കെ ഇങ്ങനെ ശിവനെ റാണിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം റാണി ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ നീ പൊയ്ക്കോടി വെച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇവനാണെങ്കിൽ ഈ പപ്പനാണെങ്കിൽ വിടാനായിട്ട് ഭാവമില്ല. വീണ്ടും ഇങ്ങനെ റാണി ഉപദ്രവിക്കാനുള്ള ശ്രമം വീണ്ടും ശിവൻ ഇങ്ങനെ പിടിച്ചു മാറ്റുകയാണ്. പിടിച്ചു മാറ്റി അങ്ങോട്ടത്തേക്ക് മാറുന്നുണ്ട്, ചെന്ന് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കളിക്കുന്നത് പപ്പനോടാണ്, കാക്കിപ്പടയോടാണ് കളിക്കുന്നത്, കാക്കിപ്പട ഇറങ്ങി വന്നാലുണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഇതിനേക്കാൾ വലിയ പോലീസിൻ്റെ കാക്കിപ്പട വന്നിട്ട് പോടാ പുല്ലെന്ന് പറഞ്ഞവനാണ് ഞാൻ, അപ്പോൾ ഇതൊന്നും കാണിച്ച് നീ എന്നെ പേടിപ്പിക്കാനായിട്ട് നോക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട്. വീണ്ടും അവർ തങ്ങളുടെ വീണ്ടും പിടിച്ചു മാറ്റി രണ്ടടിയൊക്കെ കൊടുക്കുന്നുണ്ട് ശിവനാണെങ്കിൽ. അവസാനം നിന്നെ ഞാൻ എടുത്തോളാം, ഇതിലും വലിയ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സൂക്ഷിച്ചോളാം, എനിക്ക് അവസരം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് ഈ ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ റാണി അങ്ങോട്ടത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ശിവനോട് പിടിച്ചു നിൽക്കാൻ തയ്യാറാവില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ പപ്പനാണെങ്കിൽ ഓട്ടോ എടുത്ത് പോകുന്നുണ്ട്. അന്നേരം അവിടെ മാർക്കറ്റിൽ കുറേ ആൾക്കാരൊക്കെ കൂട്ടുന്നുണ്ട്. അന്നേരം ഒരാളാണെങ്കിൽ ഇങ്ങനത്തേക്ക് ഓടി വരുന്നുണ്ട്, എന്താ ശിവ ഇതൊക്കെയെന്ന്. അന്നേരം ഇതിനേക്കാൾ കണ്ടവനോടാണ് അവൻ വെറുതെ പേടിപ്പിക്കാനായിട്ട് വരുന്നത്, പിന്നെ വീണ്ടും എന്നെ ജയിലിൽ കയറ്റാനാണ് എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറഞ്ഞിട്ട് സത്യമായിട്ട് ഉള്ളത് എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം അവിടെ പൈസ പിരിക്കാനാണ് ശിവൻ വന്നത്. അന്നേരം ഈ പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ ചൂടപ്പം പോലെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ വിറ്റ് പോകുന്നത്, ഇതിപ്പോൾ പെണ്ണുങ്ങളെ ചേർത്തുള്ള വാർത്തയാണല്ലോ കൂടുതൽ, കുറച്ച് നാൾ മുമ്പ് ജില്ലാ കളക്ടറെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണിനെ തല്ലുന്ന കേസാണ് ആണല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശിവനൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം പെണ്ണിനെ തല്ലുന്ന കേസോ ഞാനോ എന്നൊക്കെയും ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ലാതെ പിന്നെ ഇപ്പോഴും ഈ വഴക്കുണ്ടായിരിക്കുന്ന ഒരു പെണ്ണിനെ ചൊല്ലി തന്നെയാണ്, നീ സൂക്ഷിച്ചോ, കൂടുതലും ഇങ്ങനെയുള്ള കേസുകളാണ് നിനക്ക് വരുന്നത്, നീ ഒന്ന് കരുതിയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആളിനെ വട്ടാക്കാതെ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ ഇങ്ങനെ ശിവൻ മനസ്സിലാകാൻ നിൽക്കുകയാണ്. പക്ഷേ ഇത് കേട്ടുകൊണ്ട് ആ റാണിയാണെങ്കിൽ അവിടെ കുറച്ചപ്പുറത്ത് മാറി തന്നെ നിൽക്കുന്നുണ്ട്, ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല. അന്നേരം പറയാനും പിടിക്കാനും ഒന്നുമില്ല, അതേ കാണും എന്ന് പറഞ്ഞിട്ട് ഈ സത്യം എന്ന് പറയുന്ന ആളാണെങ്കിൽ വീഡിയോ ഓണാക്കി ശിവന് കാട്ടി കൊടുക്കുന്നുണ്ട്. അന്നേരം ഈ വീഡിയോ കണ്ട് ശിവൻ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് തന്നെ അവിടത്തേക്ക് സോമശേഖരനും പിന്നെ പോലീസുകാരും ഒക്കെ ജീപ്പിൽ എത്തുന്നുണ്ട്. ശിവനെ കൊണ്ടുപോകാൻ തന്നെയാണ് വരുന്നത്. അന്നേരം ജീപ്പ് വരുന്നത് ശിവൻ കാണുന്നില്ല, അതങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അന്നേരം ഇവളിത് ഇതിങ്ങനെയൊന്നുമല്ല സത്യേട്ടാ, സംഭവിച്ചത് വേറെയാണ്, ഇവളെ ഞാൻ എന്നും പറഞ്ഞിട്ട് കാട്ടിത്തരാമെന്ന് പറഞ്ഞ് ശിവനങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ പിടിച്ചു നിർത്തുന്നുണ്ട്. അന്നേരം സൂക്ഷിക്കണം ശിവ, പെണ്ണാണ്, ശിവൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച സൃഷ്ടാവിന് പോലും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം, കളി വേറെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ജീപ്പ് വന്ന് ശിവൻ്റെ മുന്നിലേക്ക് നിൽക്കുന്നത്. അന്ന് ജീപ്പിൽ നിന്ന് സോമശേഖരനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ബലാത്സംഗ വീരനാണോ, അതോ പെണ്ണുങ്ങളെ മാത്രം തേടിപ്പിടിച്ച് ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ പറഞ്ഞതും കേട്ടുകൊണ്ട് സാർ പെണ്ണുങ്ങളുടെ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച് ഇരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ ഒരു പരാതി തന്നു, അതിപ്പോൾ എന്താണെന്ന് ഞാൻ അന്വേഷിക്കണം എന്നിങ്ങനെ, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അവൾ ഒരു പരാതി തന്നു, അതിന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തിരുത്തേണ്ടത് ഞാനല്ലേ, അതിപ്പോൾ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അതിൽ വരച്ച് ചേർക്കേണ്ടത് ഞാനാണ്, നിനക്കെതിരെ ഞാൻ എന്തായാലും വരച്ച് ചേർക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മൊടയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ, അങ്ങനെ സത്യം അറിയാതെ ഇറങ്ങി തിരിച്ചവരാരും പനിച്ച് പറച്ച് വീട്ടിൽ കിടന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശിവനും എതിർത്തൊക്കെ നിന്ന് സോമശേഖര എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. ആ സത്യം എന്ന് പറയുന്ന ആളും തൊട്ട് ദൂരെ മാറി നിന്ന റാണിയും ബാക്കിയുള്ളവരും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം നീ എന്തായാലും ഒപ്പിച്ച് വച്ചല്ലോ എല്ലാം കൂടി, ഒരു ജോഷിപ്പടത്തിൻ്റെ തിരക്കഥയൊക്കെ ചേർത്ത് എല്ലാം കൂടെ ഒരു സീൻ നീ എന്തായാലും വച്ചിട്ടുണ്ട്. നീ എന്താണ് കരുതിയത്, നിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ആരാധന മൂർത്തി നിന്നെ കാണാൻ വന്നതാണെന്നോ, എന്തായാലും ഒരു ഭദ്രസാറിൻ്റെ സിനിമയിലെ ഒരു സീനാണെങ്കിൽ ഞാൻ ആടുതോമയെ കൊണ്ടുപോയുള്ള സീൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും പീഡനമാർക്കും ഇങ്ങനെ ഒരു ശിക്ഷ തന്നെയാണ് വേണ്ടത്. എന്തായാലും മാർക്കറ്റിലെ സാധാരണക്കാരും അവിടെ
ഇവിടെ ഉള്ളവരും ഒക്കെയാണല്ലോ നിൻ്റെ ആരാധകർ, അവരെല്ലാവരും ഒന്നങ്ങോട്ട് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം വിലങ്ങ് വെക്കടോ ഇവനെ എന്ന് പറയുമ്പോൾ കുറേ പേരാണെങ്കിൽ അങ്ങോട്ട് അല്ല കോൺസ്റ്റബിൾ ആണെങ്കിൽ വിലങ്ങ് വെക്കാൻ വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞ് ശിവനെ അങ്ങോട്ട് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അത് സംഭവം അങ്ങനെയൊന്നുമല്ല, അവളെ ഞാൻ തല്ലാനായിട്ട് ദേഷ്യം വന്നപ്പോൾ തല്ലാനായിട്ട് കൈ ഓങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മതിയല്ലോ, നീ തല്ലാനായിട്ട് കൈ ഓങ്ങിയല്ലോ, ബാക്കി നിന്നെ കൊണ്ട് ഞാൻ തല്ലി സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ സോമശേഖരൻ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്. ശിവൻ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഇങ്ങനെ ശിവനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും പിന്നെ ഒരു വഴക്കുണ്ടാകുന്നതും ഒക്കെ. പക്ഷേ ശിവനെ കൊണ്ടുപോകാതിരിക്കും അവിടെ ഒരു പരാതി തന്ന സ്ഥിതിക്ക്. ഇതിൽ ഇനി ശിവനെ രക്ഷിച്ചെടുക്കാൻ ആര് വരും, ഇനി വക്കീലായിട്ടൊക്കെ ആര് കോടതി ഒരു പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്, അതിലിനി ആരാണ് എങ്ങനെ തെളിയിക്കും എന്നുള്ളതൊക്കെയാണ്. പിന്നെ ശാരദാമ്മയുടെ കാര്യവും അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.